ഹായ് ഓൾ, നമുക്കപ്പോൾ ഇന്ന് നെസ്റ്റോയിലെ വിശേഷങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണാം. ഇവിടുത്തെ വ്ളോഗാണ് ഇന്ന് ഇടുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വിസിറ്റാണ് നെസ്റ്റോയിൽ ഇവിടെ സൗദി വന്നതിന് ശേഷം. അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അയ്യോ, ഒരു അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ. നല്ല ക്രൗഡഡാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങി വരുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ ബ്ലോഗ് ചെയ്യാനാണ്, മൊത്തം തിരക്കാണ്. നെസ്റ്റോയിലിനി ഇങ്ങനെ ആണോയെന്നും അറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പം നമുക്ക് നോക്കാം, തിരക്കില്ലാത്ത ഏതെങ്കിലും ഏരിയയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നോക്കാമല്ലേ. അങ്ങനെ ഞങ്ങൾ പതുക്കെ പോയത് ഓട്സ് സെക്ഷൻ്റെ അടുത്തോട്ടാണ്. അവിടെ നിന്നും എന്തായാലും വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ഓട്സ് എന്തായാലും വേണമായിരുന്നു, അതെന്തായാലും സെലക്ട് ചെയ്ത്. പിന്നെ നമ്മൾ ഓട്സിൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. നാട്ടിൽ അപ്പയ്ക്കും അമ്മയ്ക്കും മമ്മിക്കൊക്കെ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ്, ഈ സ്വീറ്റ്. അപ്പോൾ ഇത് ഫ്ലേവർ ആഡഡ് ആണ്, നോർമൽ ഓട്സിൻ്റെ കിട്ടും, അതാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഈ ഓട്സിൻ്റെ ഒരു ചോക്ലേറ്റ് കൊണ്ടുപോകണം. പിന്നെ ആസ് യൂഷ്വൽ വെച്ചാൽ ചോക്ലേറ്റ് ഇതാ നോക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളിതാ കേക്കിൻ്റെ സ്ഥലത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കേക്ക് വാങ്ങിക്കണമായിരുന്നു. ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തായാലും ഒരു കേക്ക് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കേക്ക് സെലക്ട് ചെയ്യാമെന്ന് കരുതി ഈ ഏരിയയിലോട്ട് വന്നതാണ്. ഇവിടെയും വലിയ എന്തായാലും തിരക്കില്ലായിരുന്നു, കുറവായിരുന്നു ഈ ഒരു ഏരിയയിലും. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയം ഇവിടെ നിന്ന് നോക്കാൻ പറ്റി. ഇതാണ് കേട്ടോ സെലക്ട് ചെയ്ത കേക്ക്. ഈ ആളുണ്ടല്ലോ, അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ കേക്കിലേക്ക് എഴുതാനുള്ള പേര് എഴുതി കൊടുക്കുകയാണ് വെച്ചാൽ. പിന്നെ ആളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ, വെറൈറ്റി ടൈപ്പ് സ്വീറ്റ്സൊക്കെ തന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. വിച്ച പറഞ്ഞ് വ്ളോഗൊക്കെ വരുന്നുണ്ട് കാണണമെന്ന്. അപ്പം പറഞ്ഞ് ഉറപ്പായിട്ടും കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പോകാമെന്ന് കരുതി. ഇപ്പം മുകളിലത്തെ സെക്ഷനിലാകുമ്പോൾ കുറച്ച് തിരക്ക് കുറവാണ്. അങ്ങനെ വന്ന പാടെ വെച്ചാൽ ഫോൺ നോക്കി. ഇപ്പം എവിടെ പോയാലും ഫസ്റ്റ് വന്ന് ഫോൺ നോക്കാറുണ്ട്, എല്ലാ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോഴും. ഒരു ഫോൺ എടുക്കണം പതുക്കെ, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ കുറച്ച് കംപ്ലൈൻറ്റ് വെച്ചതിൻ്റെ ഉണ്ട്. അപ്പോൾ പതുക്കെ നമുക്കൊരു ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും. പിന്നെ ഇതാ ടീഷർട്ടിൻ്റെ, എനിക്കാണെങ്കിൽ ഈ കളർ നല്ല ഇഷ്ടമായി, പക്ഷേ ഇച്ചാനൊട്ടും ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. അല്ലെങ്കിലും ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടി പ്ലാൻ ഇല്ലായിരുന്നു, എന്നാലും എനിക്ക് കളർ ഇഷ്ടമായിരുന്നു. ലേഡീസിൻ്റെ ഐറ്റം, അതായത് ഡ്രസ്സൊന്നും അത്ര കളക്ഷൻ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. സെലക്ഷനും എനിക്ക് അത്ര ഇഷ്ടമായില്ല. എൻ്റെ ഫേവറേറ്റ് ബാഗ് സെക്ഷൻ എത്തി. ബാഗ് എവിടെ കണ്ടാലും എനിക്ക് പല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് ബാഗ്സ്. അപ്പോൾ ഇത് നോക്കേ, നല്ല ക്യൂട്ട് ചെറിയൊരു ബാഗ്. പക്ഷേ ഇത് ബ്രാൻഡഡ് ഒന്നും അല്ല, നോർമൽ ബാഗ്സാണ്, പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം റേറ്റും ഇവിടെ കുറവായിരുന്നു ബാഗിന്. നല്ല ഓഫറും ഉണ്ടായിരുന്നു. ഇതോ നോക്കേ, നെക്സ്റ്റ് ഒരു ജാക്കറ്റ് ആയാലോ, നല്ല രസമുണ്ടല്ലേ. ഓഫ് വൈറ്റ് ജാക്കറ്റ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നേരം ഞാൻ ഇതൊക്കെ വെച്ചൊക്കെ നോക്കി അവിടെ നിന്ന്. പിന്നെ പതുക്കെ ഞാൻ എൻ്റെ മാല, അടിപൊളി ഒരു സ്റ്റോണിൻ്റെ ഇതാണ്. എനിക്ക് മുത്തും സ്റ്റോണിൻ്റെയും മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ വൈറ്റും ബ്ലൂ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ആ സൈഡിൽ കൂടെ വന്ന ആ ഗോൾഡൻ ആ ചെയിൻ വന്ന അതിൻ്റെ ഭംഗിയേ പോയി. അല്ലായിരുന്നു ഞാൻ എന്തായാലും ഒരെണ്ണം അതിൽ നിന്ന് സെലക്ട് ചെയ്തേനും. പിന്നെ അതാ ക്ലിപ്പാണ്. ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാറേ ഇല്ല, യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ക്ലിപ്പ്. പിന്നെ പതുക്കെ അതൊക്കെ നോക്കി നിന്ന്. പിന്നെ കുറച്ച് കമ്മലുകളൊക്കെ നോക്കി. കുറച്ച് സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മുകളിലത്തെ കമ്മൽ എനിക്കിഷ്ടമായി, പക്ഷെ കുറച്ച് വലുതായിപ്പോയി. എനിക്ക് ചെറിയ കമ്മലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കമ്മൽ അങ്ങനെ മാറ്റാറില്ല, വളരെ ഏറെക്കാണ്. ഇതെന്താ ഐറ്റം എന്നൊന്ന് പറയുമോ? പറയുന്നു ഇത് നാരങ്ങ പിഴിയ ഇതിൻ്റെ അകത്ത് വെച്ചെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ വെച്ചൊക്കെ കാണിച്ചു തരിക, സത്യമാണോ എന്നും എനിക്കറിയില്ല. അതിൻ്റെ ടോപ്പിലെ സംഭവം എനിക്കറിയാം. പണ്ട് നമ്മുടെ വീട്ടിൽ ഈ ക്യാരറ്റും പിന്നെ ഇതൊക്കെ ഇത് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ആക്കുന്നത്. അതെനിക്ക് കണ്ടിട്ട് മനസ്സിലായി, എല്ലാத்தைയും മനസ്സിലായി. ഇത് ചോപ്പറാണെന്നറിയാം, മറ്റേത് ചോപ്പറാന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല എനിക്ക് കേട്ടോ. ഞാൻ എടുത്തിട്ടാണ് പറഞ്ഞത് നാരങ്ങയും പിഴിയ അത് ചെയ്യാമെന്ന് പറഞ്ഞു.
പിന്നെ അതാ കുറേ നമുക്ക് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി, പക്ഷെ വാങ്ങിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും മുമ്പ് ഒരെണ്ണം വാങ്ങിയിട്ട് അത്ര പോരായിരുന്നു. അത് ഇവിടെ നിന്നല്ലായിരുന്നു. ഈ മീനെ കണ്ടതേ എൻ്റെ ബോധം പോയി. പിന്നെ ഞങ്ങൾ പതുക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായി. കാരണം ഭയങ്കര തിരക്കിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ, ഇത്രയേ ഉള്ളൂ നെസ്റ്റോ. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. നല്ല രീതിയിൽ കുറേ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തിരക്ക് കാരണം ഒന്നും നടന്നില്ല. അപ്പം ഞാൻ പതുക്കെ കാറിൽ കയറിയിരുന്ന് ഇച്ചാന്താ എന്നെ അവിടെ ഇരുത്തിയിട്ട് ATM പോയാണ് ക്യാഷ് എടുക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ കുട്ടി വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.